നമസ്കാരം. റഷ്യയുടെ ബഹിരാകാശ പര്യവേക്ഷണ ചരിത്രത്തിലെ വിപ്ലവകരമായ ഒരു ചുവടുവയ്പ്പിനെക്കുറിച്ചും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ ഭാവി പരിണാമങ്ങളെക്കുറിച്ചുമുള്ള സുപ്രധാനമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മാനവരാശിയുടെ ശാസ്ത്രീയ നേട്ടങ്ങളുടെ പ്രതീകമായി പതിറ്റാണ്ടുകളായി ഭൗമ ഭ്രമണപഥത്തിൽ നിലകൊള്ളുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം 2030 അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കി വിരമിക്കുമെന്നത് നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ട കാര്യമാണ്. ഇതിനുശേഷം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തള്ളിയിട്ട് നിലയത്തെ നശിപ്പിക്കുവാനാണ് നാസ ഉൾപ്പെടെയുള്ള ഏജൻസികൾ പദ്ധതിയിടുന്നത്. എന്നാൽ ഈ ഘട്ടത്തിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസ് തങ്ങളുടെ ഭാവി പദ്ധതികളിൽ വലിയൊരു മാറ്റം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്വന്തമായി ഒരു ബഹിരാകാശ നിലയം നിർമ്മിക്കാനുള്ള റഷ്യയുടെ നീക്കം ബഹിരാകാശ രാഷ്ട്രീയത്തിലും ശാസ്ത്രലോകത്തും പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നു. റഷ്യൻ ഓർബിറ്റൽ സ്പേസ് സ്റ്റേഷൻ അഥവാ റോസ് എന്ന പേരിൽ പുതിയൊരു നിലയം പടുത്തുയർത്തുവാനാണ് റഷ്യ ആദ്യം പദ്ധതിയിട്ടിരുന്നത്. 2027 മുതൽ തികച്ചും പുതിയ മൊഡ്യൂളുകൾ വിക്ഷേപിച്ച് ഇത് നിർമ്മിക്കാനായിരുന്നു ആദ്യത്തെ തീരുമാനം. എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഭീമമായ ചിലവ് കുറയ്ക്കുന്നതിനും നിലവിലുള്ള സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിനുമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ റഷ്യൻ ഭാഗങ്ങൾ പുനരുപയോഗിക്കാൻ അവർ തീരുമാനിച്ചു. 7 പുതിയ മൊഡ്യൂളുകൾ വിക്ഷേപിക്കുന്നതിന് പകരം നിലവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനോട് ചേർന്ന് കിടക്കുന്ന റഷ്യൻ ഭാഗങ്ങൾ വേർപെടുത്തി പുതിയ നിലയത്തിൻ്റെ അടിത്തറയായി മാറ്റാനാണ് റഷ്യൻ ശാസ്ത്രജ്ഞർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. റഷ്യൻ അക്കാദമി ഓഫ് സയൻസിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോമെഡിക്കൽ പ്രോബ്ലംസ് ഡയറക്ടർ ഒലെഗ് കാർലോവാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസിലെ സയൻറ്റിഫിക് ആൻഡ് ടെക്നിക്കൽ കൗൺസിൽ ഈ നിർദ്ദേശത്തിന് പൂർണ്ണ പിന്തുണ നൽകി കഴിഞ്ഞു. ഈ പുതിയ പദ്ധതിയുടെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ പ്രവർത്തനം 2030 അവസാനിപ്പിക്കുമ്പോൾ റഷ്യയുടെ സ്വന്തം ഭാഗങ്ങൾ അവിടെ നിന്നും സുരക്ഷിതമായി അടർത്തി മാറ്റും. ഇത് ബഹിരാകാശത്ത് വച്ച് തന്നെ നടത്തുന്ന സങ്കീർണമായ ഒരു പ്രക്രിയയായിരിക്കും. ഇത്തരത്തിൽ വേർപെടുത്തുന്ന ഭാഗങ്ങളെ സ്വതന്ത്രമായ ഒരു നിലയമായി ഭ്രമണപഥത്തിൽ നിലനിർത്തുകയും അതിനുശേഷം ഘട്ടം ഘട്ടമായി പുതിയ അത്യാധുനിക മൊഡ്യൂളുകൾ ഈ നിലയത്തോടൊപ്പം കൂട്ടിച്ചേർക്കുകയും ചെയ്യും. 2027 ആദ്യത്തെ പുതിയ മൊഡ്യൂൾ വിക്ഷേപിക്കുവാനാണ് നിലവിൽ റഷ്യ കണക്കുകൂട്ടുന്നത്. ഇതിനു പിന്നാലെ 2030 3 മൊഡ്യൂളുകളും 35 ശേഷിക്കുന്ന 3 മൊഡ്യൂളുകളും വിക്ഷേപിച്ച് റോസ് എന്ന നിലയം പൂർണ്ണ സജ്ജമാക്കാനാണ് അവരുടെ തീരുമാനം. റഷ്യയുടെ ബഹിരാകാശ പര്യവേക്ഷണങ്ങളിൽ വലിയൊരു സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ ഈ നീക്കം അവരെ സഹായിക്കും. എന്നിരുന്നാലും ഈ ബൃഹത്തായ പദ്ധതി നേരിടുന്ന വെല്ലുവിളികൾ വളരെ വലുത് തന്നെയാണ്. 2000 ജൂലൈയിൽ വിക്ഷേപിച്ച സ്വസ്ത എന്ന റഷ്യൻ മൊഡ്യൂൾ ഇപ്പോൾ തന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഈ മൊഡ്യൂളിൻ്റെ ഡോക്കിംഗ് പോർട്ടുമായി ബന്ധിപ്പിക്കുന്ന ഭാഗത്ത് 2019 മുതൽ വായു ചോർച്ച റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ പരിമിതമായിരുന്ന ഈ ചോർച്ച ഇപ്പോൾ വർദ്ധിച്ചു വരുന്നത് ശാസ്ത്രജ്ഞരെ ആശങ്കയിലാക്കുന്നുണ്ട്. കഴിഞ്ഞ ജൂണിൽ നടക്കേണ്ടിയിരുന്ന ആക്സിയൻ 4 ദൗത്യം മാറ്റിവെക്കേണ്ടി വന്നതുപോലും സ്വസ്ത മൊഡ്യൂളിലെ മർദ്ദ വ്യത്യാസങ്ങളെ തുടർന്നാണ്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ സാങ്കേതിക വിദ്യകൾ ഇനിയും വർഷങ്ങളോളം സുരക്ഷിതമായി ഉപയോഗിക്കാൻ കഴിയുമോ എന്ന ചോദ്യം പലരും ഉയർത്തുന്നുണ്ട്. റഷ്യയുടെ ഈ പുതിയ തീരുമാനം സാമ്പത്തിക ലാഭത്തിനുമപ്പുറം തങ്ങളുടെ ബഹിരാകാശ പാരമ്പര്യം നിലനിർത്തുവാനുള്ള ഒരു ശ്രമം കൂടിയാണ്. നിലവിലുള്ള ഭാഗങ്ങൾ മാറ്റിയെടുക്കുന്നതിലൂടെ നിർമ്മാണ സമയം ഗണ്യമായി കുറയ്ക്കുവാനും തടസ്സമില്ലാത്ത ബഹിരാകാശ സാന്നിധ്യം ഉറപ്പാക്കാനും റഷ്യയ്ക്ക് സാധിക്കും. അമേരിക്കയുമായുള്ള ബഹിരാകാശ സഹകരണം കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ സ്വന്തം നിലയം എന്നത് റഷ്യയുടെ രാഷ്ട്രീയവും ശാസ്ത്രീയവുമായ അഭിമാന പ്രശ്നം കൂടിയാണ്. പഴയ ഭാഗങ്ങളും പുതിയ സാങ്കേതിക വിദ്യകളും കോർത്തിണക്കി റഷ്യ നിർമ്മിക്കുവാൻ പോകുന്ന ഈ നിലയം ഭാവിയിൽ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള ദൗത്യങ്ങൾക്ക് ഒരു ഇടത്താവളമായി മാറുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. ഈ മാറ്റങ്ങൾ ബഹിരാകാശ പര്യവേക്ഷണ മേഖലയിൽ റഷ്യയുടെ സ്ഥാനം വീണ്ടും ഉറപ്പിക്കുമോ എന്നത് വരും വർഷങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടി വരും. വെബ് ഡെസ്ക് തത്വമൈ TV.